ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞാനിതിൻ്റെ വോയിസ് കൊടുക്കുന്നത് ബാംഗ്ലൂർ പോയി തിരിച്ച് വീടെത്തിയിട്ടാണ്. സോ എനിക്ക് കുറച്ച് ജലദോഷമുണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇന്ന് പോയത് ശിവാജി നഗറും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റുമാണ്. അതിൽ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. പിന്നെ ഗായ്സ്, ആ ഊബറിൻ്റെ ഡ്രൈവർ ഞങ്ങൾക്ക് ഓരോ ടൂറിസ്റ്റ് പ്ലേസൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിധാൻ സൗദ ഇവിടെയാണ്, പിന്നെ കുബോൺ പാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വില കുറഞ്ഞ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അത് ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ട്രാഫിക്കാണ്. പക്ഷേ ആ ദിവസം ഞങ്ങൾക്ക് കുറച്ച് ലക്കിയാണെന്ന് തോന്നുന്നു. വലുതായിട്ടൊന്നും ട്രാഫിക്കിൽ പെടാതെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ അമ്മാതിരി ട്രാഫിക്കായിരുന്നു. പക്ഷേ ഈ ദിവസം ഞങ്ങൾ കുറച്ച് ലക്കിയായിരുന്നു, കാരണം ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് വേണം. സോ ഞങ്ങൾക്ക് ട്രാഫിക് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മൂഞ്ചുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം, അതായത് ശിവാജി നഗറിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ട്രാഫിക് ഇല്ലായിരുന്നു. അതൊരു ലക്കായിട്ട് ഞാൻ കാണുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് അവിടുത്തെ കടകൾ തുറക്കുക, എപ്പോഴാണ് അടയ്ക്കുക എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ ഞങ്ങൾ അവിടെ എത്തിയത് ഭയങ്കര നേരത്തെയായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ആകെ കുറച്ച് കടകളെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ഏകദേശം കടകളൊക്കെ തുറന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും ഇതിൽ കാണിക്കാനും പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് വലിയ ഷോപ്പിംഗ് ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്താണ് എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എത്ര മണിക്കാണ് തുറക്കുക. അവിടെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ അറിയുമായിരുന്നു. സോ ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് കണ്ടോ, ഈ വീഡിയോ തന്നെ ഞങ്ങൾക്ക് കാണാം, പല കടകളും തുറന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എവിടെയാണ് മറ്റേ പ്രൈസ് കുറവ് അങ്ങനെയൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ കടയും തുറക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വലിയ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുക. കാരണം ഞങ്ങൾക്ക് ഏത് കടയാണ് അഫോർഡബിൾ എന്നൊന്നും എന്താ പറയുക അറിയാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ എത്ര മണിക്കാണ് എത്തുക അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. സോ എന്താ പറയുക, ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി. പിന്നെ അവിടെ വൈകുന്നേരമാണത്രേ കൂടുതലും എന്താ പറയുക റേറ്റ് കുറച്ച് കിട്ടുക. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പോയി തിരിച്ച് വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര അഫോർഡബിളായിട്ടൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പ്രൈസ് കുറവാണ്. പിന്നെ ഗായ്സ്, ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ കടന്ന് ചിലക്കുന്നത് വോയിസ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ കറക്റ്റ് റേറ്റ് കുറവിന് ഷോപ്പ് ചെയ്യണമെങ്കിൽ നല്ല നട്ടപ്പൊരു വെയിലത്ത് അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്ന് ഓരോ കടയിലും കയറി ചോദിച്ച് അങ്ങനെയൊക്കെ നടക്കണമായിരുന്നു. പിന്നെ ശിവാജി നഗർ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കുറച്ചിങ്ങനെ നടന്നാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തും. സോ ഞങ്ങൾ അവിടെ നിന്നൊന്നും ഷോപ്പ് ചെയ്യാനില്ലെങ്കിലും ഇങ്ങനെ നടന്നു. മഴയുള്ളതുകൊണ്ട് തന്നെ കുട പിടിച്ചാണ് നടന്നത്. ഫസ്റ്റ് ഡേ നല്ല മഴ ആയതുകൊണ്ട് കുടയും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ
ഒന്നും കാണാൻ പറ്റിയില്ല. സോ ഇതിനൊക്കെ പ്രിപ്പയർഡായിട്ട് ഞങ്ങൾ കുടയൊക്കെ വെച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ അവിടെ ഷോപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ ഊബർ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താ അഫോർഡബിളായിട്ട് കിട്ടണമെങ്കിൽ ശിവാജി നഗർ പോകണം. അല്ലാതെ എന്താ പറയുക, വലിയ വലിയ കടകളൊക്കെ കയറി ഷോപ്പ് ചെയ്യണമെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകണം പറഞ്ഞു. സോ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒന്നും ഷോപ്പൊന്നും ചെയ്തില്ല. ഞങ്ങൾ ചുമ്മാ അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ലക്ക് പറഞ്ഞാൽ ഞങ്ങൾ പോയ ദിവസം നല്ല അടിപൊളി മഴ. പിന്നെ ഞങ്ങൾക്ക് സൈറ്റ് സീയിങ് ഒന്നും വലുതായിട്ട് പറ്റിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ലാൽബാഗ് പോകാൻ വിചാരിച്ചു. അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അത് നല്ല അടിപൊളി മഴ. ഞങ്ങളുടെ കയ്യിൽ കുട പോലും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്താറാകുമ്പോഴേക്കും നല്ല മഴ വന്നു. ഞങ്ങൾ പിന്നെ നടന്നില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കുടയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്നു. നല്ല മഴയുണ്ടായിരുന്നു. കുട ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലെ പല സ്ഥലവും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല മഴ കാരണം. ഫസ്റ്റ് ഡേ ഫുള്ളായിട്ട് പോയി മഴ കാരണം. അതൊരു വല്ലാത്ത എന്താ പറയുക, അത് ഭയങ്കര ഒരു ബാഡ് അടിച്ചു എനിക്ക്. പിന്നെ ഗായ്സ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വണ്ടികളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബ്ലോക്ക് വലിയ പ്രശ്നമല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വലുതായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. വലുതായിട്ടെന്നല്ല, ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ശിവാജി നഗറിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് അങ്ങനെ അങ്ങോട്ട് പോയി ചുറ്റിയൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ കുറച്ച് മഴ കൂടി. ആ വീഡിയോ ഇതിലില്ല. പിന്നെ ഞങ്ങളൊരു ഒരു വലിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പാർക്കിങ്ങിലൊരു എന്താ പറയുക, നനയാതിരിക്കാൻ വേണ്ടി ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ കയറി നിന്നു. അവിടെ തന്നെ മറ്റേ ഊബർ ഓല പിക്കപ്പ് സ്റ്റോപ്പോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ തന്നെ കയറി നിന്നു. ഞങ്ങൾ നടന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നറിയില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഞങ്ങൾക്ക് കുറച്ചേ തോന്നിയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.